ഇതിന്റെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതായത് ഈ നമ്മൾ ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്നപ്പോഴും മൊത്തം രക്ഷിതാക്കന്മാരുടെ ഫോൺ വിളികളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്നുണ്ടാകുന്ന അഫയറുകൾ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കാര്യത്തിൽ. അത്തരം എന്തെങ്കിലും കാര്യങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവര് മാറി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പ്രയാസകരമായി വരുന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിന്റെ ഒരു നിലക്കും ഒരു ശതമാനം പോലും അത്തരം ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്ക് പരിണമിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് ഹെഡിങ് മാത്രം ഞാൻ പറയാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറയാണ്. ഒന്നാമത്തത്, പരിശുദ്ധമായ ഒരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. പരിശുദ്ധമായ ഒരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. നാം ഒരു വിവാഹമെന്ന ഒരു കുടുംബജീവിതമെന്ന പരിശുദ്ധമായ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത് നല്ല ഒരു വഴിയിലൂടെ ആവുന്നതല്ലേ നല്ലത്? ഒരു തെറ്റായ വഴിയിലൂടെ അതിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അപകടാവസ്ഥ നാം മനസ്സിലാക്കിയാൽ ഒരു നിർണായകമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു പ്രാർത്ഥനയോടെ നല്ല മനസ്സോടെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. ഒരു വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ, ഒരു പുതിയ വാഹനം നിരത്തിലിറക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു വിവാഹമെന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഗതിയിലേക്ക് പ്രവേശിക്കുന്നത് നല്ല വഴിക്കാകണമെന്നാണ്. രണ്ടാമത്തെ, അങ്ങനെ വരാതിരുന്നാലുള്ള പ്രശ്നം, വിവാഹം കഴിഞ്ഞത് മുതൽ തന്നെ പരസ്പരമുള്ള സംശയങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. കാരണം എന്നെ ഒരു സ്ത്രീ പരിചയപ്പെടാൻ, പിന്നെ വിവാഹിതയല്ലാത്തൊരു സ്ത്രീ എന്നെ പരിചയപ്പെടാൻ വിവാഹത്തിന് മുമ്പ് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മറ്റ് വിവാഹം കഴിഞ്ഞാലും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ, അതേപോലെ അവനും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ എന്ന സംശയം പലപ്പോഴും ഇത്തരം വിവാഹങ്ങൾക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. കാരണം ആ സംശയത്തിന് തെളിവുണ്ട്. കാരണം എന്നെ പരിചയപ്പെട്ടത് വിവാഹത്തിന് മുമ്പാണ്, അതുകൊണ്ട് വിവാഹത്തിന് ശേഷവും ഒരാളെ പരിചയപ്പെടാമെന്ന സംശയമാണ് ദാമ്പത്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സംശയങ്ങൾ പല കുടുംബങ്ങളെയും കശക്കി എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയത്തോടുകൂടെയുള്ള ഒരു ദാമ്പത്യത്തിന് അത് സഹായകമാകും. രണ്ടാമത്തൊരു കാര്യം, എപ്പോഴും നമുക്കുണ്ടാകുന്ന കുട്ടികൾ എന്നും നമ്മുടെ വിവാഹത്തിന്റെ പശ്ചാത്തലം അറിയും. യാതൊരു സംശയവും കാര്യത്തിലില്ല. വാപ്പ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് ഉമ്മയെ എന്നത് ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു അഭിമാന പ്രശ്നമായി നിലനിൽക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ കുട്ടികളോട് ഈ വിഷയത്തിൽ മാത്രമല്ല, ക്യാമ്പസിൽ പോകുമ്പോൾ മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാൻ മാത്രമല്ല, ജീവിതത്തിൽ എന്തു നന്മ ഉപദേശിക്കുവാനും ഒരുപക്ഷെ ഒരു ദീനിയായ മുന്നോട്ട് പോക്കിന് ഒരുപക്ഷെ നിങ്ങൾക്കത് തടസ്സമായേക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം,